രക്ഷിതാക്കളും കുട്ടികളും എല്ലാവരും ഉസ്താദുമാർക്ക് ഞങ്ങൾക്കെല്ലാം ദുആ ചെയ്യണം. നിങ്ങളുടെ ദുആയിൽ നിങ്ങളെ ഉൾപ്പെടുത്തും. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും ക്ഷീണം പിടിച്ചിട്ടുണ്ടാ? ക്ഷീണം മാറ്റാൻ ഒരു പാട്ട് പാടുന്നു ഞാൻ. എന്തേ? ഖദ്ദമത്നി 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 മശ്റബാ കല്ലമത്നി 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 യാ നബി അസ്സലാത്തു സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ നബിയല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്വലാത്തിനെ ഹബീബായ റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ. റഹ്മാനായ റബ്ബേ, ആ നബിൻ്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണമല്ല. നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദ്മാർ, ഭാര്യ, മക്കൾ, ശിഷ്യന്മാർ എല്ലാവർക്കും നീ പുറത്തു തരണമല്ല. ലോകത്ത് ശാന്തിയും സമാധാനവും നൽകണമല്ല. ഫലസ്തീനികളെ നീ സഹായിക്കണമല്ല. ഗസാനെ സഹായിക്കണമല്ല. ഇറാനെ സഹായിക്കണമല്ല. അവരെ ഉപദ്രവിക്കുന്ന വൻശക്തികളെ അമേരിക്ക, ഇസ്രായേൽ നീ പരാജയപ്പെടുത്തണമല്ല. അപ്പം ഇന്ന് ലാസ്റ്റ് ദിവസം അല്ലേ? മദർസ ഒരു കൊല്ലായിരുന്നു പഠിക്കാൻ കഴിഞ്ഞിട്ട് അല്ലേ? കഴിഞ്ഞ ഷവ്വാലിൽ പഠിച്ച് ഇപ്പോൾ ഷാബാന് ലാസ്റ്റായി. ഇനി പുതിയ റിസൾട്ട് അടുത്ത കൊല്ലം 1, 2, 3 ഇങ്ങനെ. യഥാർത്ഥ റിസൾട്ട് അതല്ല. ആദ്യം എങ്ങനെ ഉണ്ടാവും? ഈ ഒരു വർഷം പഠിച്ചത് രക്ഷിതാക്കൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ നമുക്ക് പഠിക്കൽ നിർബന്ധമായത് ഒന്നേ ഉള്ളൂ, ഫാത്തിഹ സൂറത്ത്. അത് നിർബന്ധം. അതെല്ലാവരും അറിഞ്ഞിരിക്കണം. കാഞ്ച അറിയണം, മുസ്ജ അറിയണം, അറിയണം. നിർബന്ധം ഫാത്തിഹ സൂറത്ത് നിർബന്ധം. അത് പഠിക്കേ വേണം. ഒരു അക്ഷരം തെറ്റാൻ പാടില്ല, ഒരു മഖ്റജ് തെറ്റാൻ പാടില്ല. അപ്പം അത് പഠിക്കണമെങ്കിൽ ഭയങ്കര കഷ്ടമുണ്ട്. ഒരു വർഷത്തിൽ 28 അക്ഷരം 1-ാം ക്ലാസ് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കും. ഒരക്ഷരം പഠിപ്പിക്കണമെങ്കിൽ 4-5 ദിവസം വേണം. മനസ്സിലായില്ലേ? അങ്ങനെ കഷ്ടപ്പെട്ട് ഉസ്താദന്മാരും ശ്രമിക്കണം, കുട്ടികളും ശ്രമിക്കണം, രക്ഷിതാക്കളും ശ്രമിക്കണം. ഉസ്താദ് നല്ലോണം ശ്രമിക്കുന്നു, കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല.